കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. അപ്പൊ മക്കളെ, ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെയുള്ളൂ നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പൊ ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പഠിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പൊ ആദ്യം പഠിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ അല്ലെ ചിലപ്പോ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ ഇടയ്ക്ക് മിസ് ഇങ്ങനെ വന്ന് നിങ്ങളെ അതൊന്ന് ഓർമ്മിപ്പിക്കുക കേട്ടോ. അപ്പൊ അതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നുള്ളത്. അപ്പൊ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യം നിങ്ങൾ രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് ബേസിക് സയൻസിലെ ദ എസെൻസ് ഓഫ് ചേഞ്ച്, മാറ്റത്തിന്റെ പൊരുൾ എന്നുള്ള ചാപ്റ്ററിലെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയണം. അതേപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമുക്കൊന്ന് എന്ത് ചെയ്യാം, അപ്പൊ റിവൈസ് ചെയ്തെടുക്കാം. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എല്ലാ വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന ഊർജ രൂപം ഏതാണ്? അപ്പൊ ദ എസെൻസ് ഓഫ് ചേഞ്ച്, മാറ്റത്തിന്റെ പൊരുൾ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഊർജ്ജ രൂപങ്ങളെ കുറിച്ചല്ലേ പഠിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ രാസോർജം പഠിക്കുന്നുണ്ട്, കെമിക്കൽ എനർജി പഠിക്കുന്നുണ്ട്, സൗരോർജം സോളാർ എനർജി പഠിക്കുന്നുണ്ട്, വൈദ്യുതോർജം ഇലക്ട്രിക്കൽ എനർജി പഠിക്കുന്നുണ്ട്, താപോർജം ഹീറ്റ് എനർജി പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? അപ്പൊ വൈദ്യുതോർജവും താപോർജവും അല്ലാന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ചിലപ്പോൾ രാസോർജമാണോ സൗരോർജമാണോ എന്നുള്ളതിലായിരിക്കും അല്ലെ. അപ്പൊ സൂര്യന്റെ എനർജിയാണ്. അപ്പൊ അതെല്ലാ വസ്തുക്കളിലും ഉണ്ടോ എന്താണ് നിങ്ങളുടെ ഒരു തോന്നല്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയിലേക്ക് ഒന്ന് പോയി നോക്കാം അല്ലെ. അപ്പൊ പ്രധാനമായിട്ടും യാന്ത്രികോർജവും രാസോർജവുമായിരുന്നു നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിച്ചത്. അതായത് യന്ത്രഭാഗങ്ങൾ ചലിക്കുമ്പോൾ അല്ലെ, യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിന്റെ ഫലമായിട്ട് ഒരു എനർജി ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താ നമ്മൾ ഇവിടെ പഠിച്ചത്? വൈദ്യുതോർജമോ ഇന്ധനങ്ങൾ കത്തുമ്പോഴുണ്ടാകുന്ന ഊർജമോ എഞ്ചിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള യാന്ത്രികോർജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, വാഹനങ്ങളുടെ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ ഒരു എനർജി ഉണ്ടാവുന്നുണ്ട് അല്ലെ. അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള എഞ്ചിനും ആയിക്കോട്ടെ അല്ലെ. അപ്പൊ യന്ത്രഭാഗങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജിയുടെ ഫലമായിട്ട് ഉണ്ടാവുന്ന എനർജിയാണ് യാന്ത്രികോർജം. അപ്പൊ അടുത്തതിലേക്ക് നോക്കാം നമുക്ക്. അവിടെ എന്താ ഉള്ളത്? രാസോർജം അഥവാ കെമിക്കൽ എനർജിയാണ്. The energy contained in the substance is chemical energy. എന്താ പറഞ്ഞിരിക്കുന്നത്? പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം. അതല്ലായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ, പദാർത്ഥങ്ങളിലുള്ള ഊർജം. അപ്പൊ നോക്കിക്കേ, നിങ്ങൾക്ക് സൗരോർജമാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിട്ടില്ലേ? ശ്രദ്ധിക്കണേ. പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ്. എന്തായിരുന്നു ഫോട്ടോസിന്തസിസ്? ചെടികള് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുന്ന പ്രക്രിയ അല്ലെ. അപ്പൊ അവിടെ എന്താ ശരിക്കും നടക്കുന്നത്? സൗരോർജം രാസോർജമായിട്ട് മാറുന്നു. അപ്പൊ നിങ്ങളുടെ കൺഫ്യൂഷൻ ഉണ്ടായത് സൗരോർജം ഇപ്പൊ എന്തായി മാറി? പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് രാസോർജമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഒക്കെ ശരീരത്തിലുള്ളത്. ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുന്നു. വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജമാണ്. അപ്പൊ എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്? രാസോർജമുണ്ട്. ഇതൊന്ന് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം അല്ലെ. ഓൾ സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് കെമിക്കൽ എനർജി. അപ്പൊ മിസ്സിന് ഇവിടെ നിന്ന് ക്ലാസ് എടുക്കാൻ പറ്റുന്നതും മക്കൾക്ക് അവിടെ നിന്ന് കേൾക്കാൻ പറ്റുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? കെമിക്കൽ എനർജി ഉള്ളത് കൊണ്ടാണ്. വിറക് കത്തുന്നതും എന്താണ്? കെമിക്കൽ എനർജി. അതായത് സസ്യഭാഗങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ച കെമിക്കൽ എനർജിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ക്വസ്റ്റ്യനിലൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെക്കാനിക്കൽ എനർജിയെ കുറിച്ചും കെമിക്കൽ എനർജിയെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് അല്ലെ? ഇപ്പൊ നമുക്ക് പറയാൻ എന്താണ്? രാസോർജമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.